കേരളത്തിൽ ഏറ്റവും അധികം പേർ രാത്രി പുറത്തിറങ്ങുന്ന നഗരമാണ് കൊച്ചി. അതിന് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മെട്രോ നഗരഹൃദയത്തിൽ നടന്നതറിഞ്ഞാൽ എല്ലാവരും ഞെട്ടും. കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്നു, യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായിട്ടുണ്ട്. കൊച്ചി സ്വദേശി സഞ്ജയാണ് സൗത്ത് പാലത്തിന് സമീപത്ത് നിന്ന് പോലീസ് പിടികൂടിയത്. 2 പ്രതികളെ കഴിഞ്ഞ ദിവസം തന്നെ സെൻട്രൽ പോലീസ് പിടികൂടിയിരുന്നു. എസ് ശരൺ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പമുണ്ട്. ശരൺ, നൈറ്റ് ലൈഫിന്റെ നഗരമാണ് കൊച്ചി. നമ്മളെല്ലാവരും പാതിരാത്രിയിലൊക്കെ പല ആവശ്യങ്ങൾക്കായി സന്തോഷത്തോടെ സമാധാനത്തോടെ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ പുറത്തിറങ്ങുന്ന നഗരമാണ്. പക്ഷേ ഇങ്ങനെ ഒരു മുഖം, ഇങ്ങനെ ഒരു സ്വഭാവം കൊച്ചിക്കുണ്ടെന്ന് നമ്മൾ ആരും ഇതുവരെ കരുതിയിട്ടേ ഇല്ല. ഒരു ചെറിയ സംഭവം പോലും വലിയ വാർത്തയാകുന്ന കൊച്ചി നഗരത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത്? ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന അതിക്രമം അതെങ്ങനെയാണ്? ഷിഹാസ്, വലിയ ഞെട്ടലുണ്ടാക്കുന്ന വിവരമാണ്. അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ നഗരമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന കൊച്ചി നഗരത്തിലാണ് ഇത്തരത്തിലൊരു ദുരനുഭവം യുവതിക്ക് നേരിടേണ്ടി വന്നതെന്നുള്ളതാണ്. ചൊവ്വാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. യുവതിയും ആൺസുഹൃത്തും കൂടി ഭക്ഷണം കഴിക്കാനായിട്ടാണ് MG റോഡിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഭക്ഷണം ഇറങ്ങിയപ്പോഴേക്കും മഴ കനത്തു. അങ്ങനെ തൊട്ടടുത്തുള്ള പൂട്ടിക്കിടക്കുന്ന ഹോട്ടലിന് മുന്നിലായിട്ട് ഇരുവരും നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് മദ്യപിച്ചെത്തിയ 3-അംഗ സംഘം ഈ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയത്. പീഡന ശ്രമം ആൺസുഹൃത്ത് തടഞ്ഞോടുകൂടി ആൺസുഹൃത്തിന് നേരെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നുള്ളതാണ്. പിന്നീട് പെൺകുട്ടി അവിടെ നിന്ന് ഈ പ്രതികളെ തട്ടിമാറ്റി ഓടി രക്ഷപ്പെടുന്നു. തൊട്ടടുത്തുള്ള കടയിലേക്ക് കയറിയ ശേഷമാണ് പോലീസിനെ വിവരമറിയിക്കുന്നത്. പോലീസ് എത്തിയപ്പോഴേക്കും ഈ പ്രതികൾ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. എന്തായാലും 3 പ്രതികളെ ഇപ്പോൾ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 2 പ്രതികൾ, തിരുവനന്തപുരം സ്വദേശിയായ ഡാനിഷ്, കൊല്ലം സ്വദേശിയായ രാഹുൽ എന്നിവരെ ബുധനാഴ്ച ഉച്ചയോടുകൂടി പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയതാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ്. ഇതിന് ഇടയിൽ തന്നെ, അതായത് ഈ പ്രതികളെ പിടികൂടുന്നതിനിടയിൽ അതിലൊരു പ്രതിയായ ഡാനിഷ് പോലീസിനെ ആക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡാനിഷെതിരെ മറ്റൊരു കേസ് കൂടി സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ കൂടിയാണ് മുഖ്യ പ്രതിയായ സഞ്ജയ്ക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കിയിരുന്നത്. സഞ്ജയ്ക്കായി വ്യാപക തെരച്ചിൽ നടക്കുന്നതിനിടയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി സൗത്ത് പാലത്തിന് സമീപത്ത് വെച്ച ഇയാൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഈ 3 പേരും മുൻപും കേസുകളിൽ പ്രതികളാണ്. നിരവധി കേസുകൾ ഇവർക്കെതിരെ ഉണ്ടെന്നുള്ളതാണ് സെൻട്രൽ പോലീസ് പറയുന്നത്. ശരി ശരൺ, അപ്പോൾ സ്ഥിരം ക്രിമിനലുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന കാര്യം, കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ സ്പോട്ടിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അധികം നേരം വൈകിട്ടൊന്നുമല്ല, ഏകദേശം ഒരു 11 മണി 12 മണി സമയം മാത്രമേ ആയിട്ടുള്ളൂ. ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇങ്ങനെ ഒരു അതിക്രമം നടത്താൻ ഉള്ള ധൈര്യം ആ പ്രതികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം.